എവറിഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന കുറേ സിനിമകളിൽ പെട്ടതാണ് വടക്കൻ വീരഗാഥയൊക്കെ. അതിപ്പോൾ അന്ന് നമ്മൾ ചെറിയ കുട്ടികളാണ്. ഇന്ന് നമ്മൾ വേറൊരു ഔട്ട്ലുക്കിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ അത് കാണുന്നു. നമ്മുടെ കുട്ടികളും നമ്മളോളം തന്നെ അത് എൻജോയ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സിനിമ കാലാതീതമാവുക എന്നൊക്കെ പറയുന്നത് സംഭവിക്കുന്നത് അവിടെയാണ്. ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സൗണ്ട് ആണെങ്കിലും ആ 4Kയിൽ വന്നതിൻ്റെ ആ ഡിഫറൻസ് നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാർവതി ചേച്ചി ഞാനും ഒരുമിച്ചിരുന്ന കേട്ടോ. ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഗൂസ് ബംസ്. സത്യം ഞങ്ങളൊക്കെ ഗൂസ് ബംസോടെ ഇരുന്ന് കൂവി വിളിച്ചൊക്കെയാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ ഗംഭീരമായിരിക്കും. കാര്യത്തിൽ ഇട്ടിരിക്കുന്ന എഫേർട്ട് 30 കൊല്ലം മുമ്പുള്ളൊരു സിനിമയാണെന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു. ശരിക്കും എല്ലാ സാധനം സൗണ്ട് മാത്രമൊന്നുമല്ല, ഒരു ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് 30 കൊല്ലം മുമ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലിൽ കിട്ടുകയാണ് ഇത്രയും വലിയ സ്ക്രീനിൽ കാണുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. അത് വെറുതെ അല്ല ഇവരൊക്കെ ലെജൻസ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ മേക്കേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ആക്ടേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അത് ലെജൻഡറി ആയി മാറുന്നത്. പിന്നെ വീണ്ടും ഒരു റിമൈൻഡറാണ്. മഹാഭാരതമാണെങ്കിലും ഗെയിം ഓഫ് ത്രോൺസ് ആണെങ്കിലും ബാഹുബലി ആണെങ്കിലും വടക്കൻ വീരഗാഥയാണെങ്കിലും ഹ്യൂമൻ ഇമോഷൻസിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തന്നെയാണ് വീണ്ടും പോകുന്നത്. അത് തന്നെയാണ് മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. പോയിരുന്ന് കാണാൻ പറ്റുക എല്ലാം ഒരു ഭാഗ്യം. ഒരുപാട് ആൻറ്റി എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി. കണ്ണ് നിറഞ്ഞു. അവരോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ മോളുടെ കൂടെ എനിക്കിരുന്ന സിനിമ കാണാൻ മകൾ എത്ര വട്ടം കണ്ടു പടം? മകള് ഒരു ത്രൂ ഔട്ടായിട്ട് പടം കണ്ടത്. മകള് ത്രൂ ഔട്ടായിട്ട് പടം കണ്ടത് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിരിക്കും കണ്ടിട്ടില്ല. ത്രൂ ഔട്ടായിട്ട് ഞാൻ ചെല്ലട്ടെ. ഞാൻ ഇപ്പോഴത്തെ തന്നെയാണ് സിനിമ കാണുന്നത്. 1989 ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് സിനിമ കാണുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഈ സിനിമ തിരിച്ചു പോയി കാണുമ്പോഴേ ഇന്നത്തെ സാങ്കേതിക വിദ്യകളും ഇന്നത്തെ ഒരു AI ഇങ്ങനത്തെ ഒരു ടൂളും ഒന്നും ഇല്ലാതെ ഒരു സിനിമയാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അന്ന് എൻജോയ് ചെയ്തതിനെക്കാട്ടിയും അതിൻ്റെ ഒരു മഹത്വം ഇപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത്. ഈ എല്ലാം സാങ്കേതികവിദ്യ ഉള്ളപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സിനിമയും ഇവരുണ്ടാക്കിയ സിനിമയും ഈ ടീം ഉണ്ടാക്കിയ സിനിമയും സാറിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് ഓരോ ആർട്ടിസ്റ്റുകളെ നമ്മളെന്തും പ്രൗഡാവണത് അല്ലേ. മാധവി, പിന്നെ അതുപോലെ ഗീത മാം, മാധവി മാം ഒക്കെ കുറിച്ച് പറയാം. അതിനെക്കാട്ടി ക്യാപ്റ്റൻ രാജു സാർ ഓരോ ആർട്ടിസ്റ്റുകളും എന്താണ് ചെയ്തു വെച്ചത്. മൂവി ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ് ലെജൻസ് ആയിരുന്നു. ഐ ജസ്റ്റ് ലിറ്ററലി സെഡ് അവിടെ നമ്മൾ അറിയാവുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഡിറക്ഷൻ ആണെങ്കിലും ആക്ടേഴ്സ് ഹു ആക്റ്റഡ് ഇൻ ഇറ്റ് എല്ലാവരും ഭയങ്കര കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പം പഴയൊരു സിനിമ എനിക്ക് വന്ന് കാണണം. ലൈക്ക് ആ ഒരു വിൻറ്റേജ് ടൈമിലത്തെ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ ഒരു ചെറിയൊരു കുറച്ചുകൂടെ എന്താ പറയുക പുതുക്കിയതുപോലെ എനിക്ക് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ആൾക്കാർ ദി ഷുഡ് ആക്ച്വലി വാച്ച് ദ മൂവി. ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസ് ഒക്കെ കണ്ടിരിക്കണമെന്നാണ് എൻ്റെ ഒരു താങ്ക് യു.